ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ എക്സാസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ കോളേജിൽ നിന്ന് ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ സോനാപ്പിയും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പോകുന്ന കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഞങ്ങളുടെ കോളേജ്. അതെ, ഞങ്ങൾ വീട്ടിൽ പോയി. നമ്മൾ ഓടിപ്പോവുകയാണ്. സമയം പോയി. നമ്മൾ മുട്ടത്ത് ബസ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാനും സോനപ്പയും കൂടെ ബസ് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. കുറേ നേരം നോക്കിയൊക്കെ ഞങ്ങൾ വിചാരിച്ച് ബസ് പോയി കാണും. ഒരു 5 മിനിറ്റ് നിന്നപ്പോൾ തന്നെ നമുക്ക് ബസ് കിട്ടിയായിരുന്നു. നമ്മൾ പിന്നെ ടിക്കറ്റൊക്കെ എടുത്തു. ഭയങ്കര വെയിലായിരുന്നു. നമ്മളിന്ന് സീറ്റിലോട്ട് ഭയങ്കര വെയിലടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമുക്കൊരു സീറ്റ് തന്നെ കിട്ടിയ. ഹായ് ഗായ്സ്, അപ്പോൾ ഇവിടെ ഭയങ്കര വെയിലാണ്. മുഖത്തോട്ട് തന്നെ വെയിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോനപ്പി വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, വരുന്ന കാര്യം പറയാൻ. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് മലങ്കര ഡാമിലെ വെള്ളമാണ്, നല്ല രസമുണ്ട്. പിന്നെ ഇത് മൂലമറ്റത്തെ സെൻറ്റ് ജോസഫ്സ് കോളേജ്. പിന്നെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ കുട വയ്ക്കുന്നുണ്ട്. 250 രൂപ ഉള്ളായിരുന്നു. അങ്ങനെ നമ്മൾ മൂലമറ്റം KSRTC ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ വന്നപ്പോൾ തന്നെ മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയായിരുന്നു. ഇവിടെ മഴയാണ് വിളിക്കുന്നത്, ഇവിടെ വെയിലാണ് ഗൈസ്. ഇവിടെ വെയിലാണ് വിളിക്കുന്നത്, ഇവിടെ മഴ. സ്റ്റാൻഡിൽ നിന്ന് കയറിയ പാടെ നല്ല വെയിലായിരുന്നു. പിന്നെ നമ്മളൊരു പള്ളി കണ്ടു. സോനാപ്പി നല്ല ഉറക്കമായിരുന്നു. മൂലമറ്റത്ത് വന്ന പാടെ ഉറങ്ങി. അങ്ങ് ആ മലയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ സോനാപ്പീനെ വിളിച്ചെണീപ്പിച്ചു. അവൾ കണ്ണ് തുറന്നപ്പോഴത്തേനും വെയിൽ മുഖത്തോട്ടടിച്ച്. അവൾ വെയിലടിക്കുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഭയങ്കര വെയിലായിരുന്നു. അങ്ങനെ കുറേ നേരം നമ്മൾ ബസ്സിലിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെയും അവൾ എണീറ്റ പാടെ പിന്നെയും കിടന്നു. കുറേ ദൂരം കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ തോളയിൽ കിടന്ന് ഉറങ്ങി. നല്ല സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുളമാവെല്ലാം കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു കാട് പോലെയാണ്. ഇവിടെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ചെറുതോണിയിലെത്തി. അപ്പോൾ സോനാപ്പി ചെറുതോണിയിലാണ് ഇറങ്ങുന്നത്. ഞാൻ ഇറങ്ങുന്നില്ല, എനിക്ക് തൊറ്റ ബസ്സാണ്. അപ്പോൾ എനിക്ക് തങ്കമണിയിൽ തന്നെ വന്നിറങ്ങാം. സോനാപ്പി ഇവിടെ ഇറങ്ങിയിട്ട് കട്ടപ്പന ബസ്സിനാണ്. അങ്ങനെ സോന ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൽ. ആദ്യം നമ്മൾ കയറുമ്പോൾ ബസ്സിൽ അങ്ങനെ തിരക്കില്ലായിരുന്നു. സോന ടാറ്റയൊക്കെ തന്നിട്ട് പോവുകയാണ്. പിന്നെ താഴെ ഇറങ്ങി എനിക്ക് ടാറ്റയൊക്കെ തന്നാൽ പോവാം, കോളേജ് വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. ഇതാണ് ചെറുതോണിയിലെ പാലം. പിന്നെ ഒരു കടലയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ഇതിലെ വഴിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടുക്കി ഡാമിൻ്റെ ആർച്ചാണ് ആ കാണുന്നത്. കുറേ ദൂരം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, ബൈ ഗായ്സ്.